ജമ്മു കശ്മീരിൽ വീണ്ടും ആവേശമായി മാറിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരർക്ക് ഇന്ത്യ ഇന്നും ഒരു പേടി സ്വപ്നം തന്നെയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കശ്മീരിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നു. പാക് അധീന കശ്മീരിലെ ഭീകര ക്യാമ്പുകൾക്കെതിരെ 2016 നടത്തിയ ഉറി സർജിക്കൽ സ്ട്രൈക്ക് ഓർമ്മിപ്പിച്ചാണ് പ്രധാനമന്ത്രി ജമ്മു കശ്മീരിലെത്തിയത്. വെടിയുണ്ടകൾക്ക് BJP സർക്കാർ ഷെല്ലുകൾ ഉപയോഗിച്ച് മറുപടി നൽകിയപ്പോൾ മറുവശത്തെ ആളുകൾക്ക് ശരിക്കും ബോധം വന്നെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. 2016 സെപ്റ്റംബർ 28 രാത്രിയാണ് സർജിക്കൽ സ്ട്രൈക്ക് നടന്നത്. ഇത് പുതിയ ഭാരതമാണെന്ന് അന്ന് ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. തീവ്രവാദികളെ അവരുടെ വീട്ടിൽ കടന്നു ചെന്ന് വധിക്കും. എന്തെങ്കിലും സംഭവിച്ചാൽ മോദി അവരെ നരകത്തിൽ പോലും കണ്ടെത്തുമെന്ന് തീവ്രവാദത്തിന്റെ യജമാനന്മാർക്ക് ഇപ്പോഴറിയാം. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കശ്മീരിലെ ജനതയോട് വീണ്ടും ഓർമ്മിപ്പിച്ചത്. സെപ്റ്റംബർ 18 കശ്മീരിലെ ഉറിയിലെ സൈനിക താവളത്തിൽ പാക് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 19 സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഇതിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം 2016 സെപ്റ്റംബർ 28 രാത്രി പാക് അധീന കാശ്മീരിലെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. ഇന്ത്യ അന്ന് നൽകിയ ആ തിരിച്ചടി ലോകവ്യാപകമായി പ്രശംസിക്കപ്പെട്ടു. ഇന്ത്യയുടെ അഭിമാനവും ഗർവും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഉയരുകയും ചെയ്തു. പാകിസ്ഥാനോട് മൃദു സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസിനെയും പ്രതിപക്ഷ പാർട്ടികളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷമായാണ് വിമർശിച്ചത്. കാശ്മീർ താഴ്വരകളിൽ അസ്വസ്ഥത പടർത്തുകയാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. അത് തുടരണം എന്നവർ ആഗ്രഹിക്കുന്നു. കോൺഗ്രസിന്റെ ലക്ഷ്യം അതുതന്നെയാണ്. പാകിസ്ഥാൻ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ കോൺഗ്രസ് വെള്ളക്കൊടി വീശുകയായിരുന്നെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. കോൺഗ്രസിന്റെ പ്രകടനങ്ങൾ രാജ്യത്തെ ഏത് സംസ്ഥാനത്ത് ചെന്നാലും ദയനീയമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പിച്ചു പറയുന്നു. ഹരിയാനയിൽ അബദ്ധത്തിൽ പോലും കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നാൽ ആ സംസ്ഥാനം തകരും. കോൺഗ്രസിന് വോട്ട് ചെയ്യുകയെന്നാൽ ഹരിയാനയുടെ സ്ഥിരതയും വികസനത്തെയും അപകടത്തിലാക്കുകയാണ് എന്നർത്ഥം. ഒക്ടോബർ 5 നടക്കുന്ന തെരഞ്ഞെടുപ്പ് ദിനം അടുക്കുന്തോറും ഹരിയാനയിൽ BJPക്ക് പിന്തുണയേറുകയാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ തരംഗമുണ്ടാകും. കാശ്മീരിലും തുടർന്നുള്ള വോട്ടെടുപ്പുകളിൽ BJP തന്നെയാകും മുന്നിൽ. BJP സർക്കാർ ജമ്മു കശ്മീരിനെ രാജ്യത്തെ വാണിജ്യ, സാംസ്കാരിക, ടൂറിസം തലസ്ഥാനമാക്കാനുള്ള ശ്രമങ്ങളാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകുന്നുണ്ട്.